നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അവസ്ഥ ഞാനിത് ആരോടാ പറയേണ്ടത്? പ്രസവിക്കാത്തൊരു പെൺകുട്ടിയുടെ അമ്മയായതുപോലെ താലി കെട്ടിയത് ആരാണെന്നറിയാതെ ഭാര്യയായിരിക്കുന്നു. എങ്ങനെയുണ്ട് മോളെ ഇപ്പോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലമ്മേ. എന്ത് വെച്ചു വന്ദനമ്മേ? മോള് വിഷമിക്കണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വാ മോളെ, എണീക്ക്, വന്നേ, വാ. ഇവൾക്ക് ബോധം വേണോ? എല്ലാ പൂജകളും വിധിപ്രകാരം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി വന്ദനയുടെ വിവാഹം വിഘ്നങ്ങളൊന്നും കൂടാതെ മംഗളമായി നടക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഏലസ് അരയിൽ കെട്ടിക്കോളൂ. വന്ദനമ്മേ, ഗൗതമംഗളമായിട്ടുള്ള കല്യാണം നടക്കുവല്ലേ വന്ദനമ്മേ? എന്നിട്ട് വന്ദനമ്മയ്ക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? ദേവി, എന്റെ അവസ്ഥ ഞാനിത് ആരോടാ പറയേണ്ടത്? പ്രസവിക്കാത്തൊരു പെൺകുട്ടിയുടെ അമ്മയായതുപോലെ താലി കെട്ടിയത് ആരാണെന്നറിയാതെ ഭാര്യയായിരിക്കുന്നു. വന്ദന വീണ്ടും സമൂഹത്തില് ചോദ്യത്തിനായി മാറാണോ ദേവി? വന്ദന ആകെ മൂഡ് ഓഫ് ആണല്ലോ. കഴുത്തിലെ താലി അവള് കണ്ടു കാണും. അത് കെട്ടിയത് ഞാനാണെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവോ? ഇവിടുന്ന് പോയാലോ? പൂജയ്ക്ക് വന്നിട്ട് ആരും കാണാതെ മുങ്ങിക്കളഞ്ഞാൽ അതും സംശയത്തിനിടയാക്കും. ഏതായാലും നോക്കാം.
വന്ദന, വന്ദന, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ജഗൻ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. പൂജ കാര്യങ്ങൾക്കൊന്നും ഇല്ലായിരുന്നോ? നല്ല കാര്യമായി. ഞാൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്റെ സഹകരണം അല്പം കൂടിപ്പോയെന്ന എന്റെ സംശയം. പൂജകളെല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ? എന്നിട്ടും വന്ദനയുടെ മുഖത്ത് എന്തൊരു ടെൻഷൻ. എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയ എന്റെ ടെൻഷന്റെ കാരണം. വന്ദന എന്താ പറഞ്ഞേ? അല്ല, അത് തലകറക്കം വന്നതുകൊണ്ടുള്ള വല്ലായ്മയായിരിക്കും. വന്ദനാമയ്ക്ക് തലകറക്കം ഉണ്ടായിട്ട് അങ്കിളിനെ എവിടെയൊന്നും കണ്ടില്ലല്ലോ. അത് മോളെ, അപ്പോഴൊക്കെ അങ്കിള് കറങ്ങി നിൽക്കുകയായിരുന്നു. അല്ല, ഓരോരോ കാര്യങ്ങളായിട്ട് കറങ്ങി നടക്കുമായിരുന്നു പറയായിരുന്നു. വന്ദന, ഒരു ടെൻഷനും വേണ്ട. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നില്ലേ മതിയോ? അങ്കിളിന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് അങ്കിള് ജനിച്ചപ്പോ മുതലുണ്ട്. അത് ആ നീലിമയെ എന്റെ വീട്ടുകാർ എന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാ. നീലിമയും ഞാൻ കണ്ടു. നല്ല കുട്ടിയാ. ആയിരിക്കാം. പക്ഷേ മനപ്പൊരുത്തുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോ ജഗന് നീലിമയെ ഇഷ്ടായില്ലേ? ആയില്ലെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാൻ ഞാൻ വന്ദനയല്ലല്ലോ. എന്റെ ഇഷ്ടം കൂടി വേണ്ടേ? എന്നാ പിന്നെ കാണാം. പോയിട്ട് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വന്ദന എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൂടെ കാണും. എപ്പോഴും, ഏത് സമയത്തും. മോളെ, ടാറ്റാ. ടാറ്റ അങ്കിൾ. ഓക്കെ മോളെ, കാന്താരി. ഈ താലി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.